ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് വയനാട്ടിൽ ചൂരൽമല ബെയിലി പാലത്തിന് സമീപത്തുണ്ട്. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചു. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം. അതിലൂടെ ഈ പറയുന്ന സാമ്പത്തിക പാക്കേജ് ഉൾപ്പെടെ വരും എന്നുള്ളത് കൊണ്ട് വളരെ നമ്മളിപ്പോ വീണ്ടും ഒരു തെരച്ചിൽ തുടങ്ങുകയാണ്. വളരെ എല്ലാവരും ചേർന്ന് കൺസേൺഡ് കക്ഷീസിനെ കൺവിൻസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു അടിസ്ഥാന പ്രശ്നം അതൊരു പ്രധാനമാണ്. കാരണം ജനങ്ങളിൽ നിന്ന് വരുന്നു വന്ന അഭിപ്രായമാണ് എല്ലാവരെയും ഇത് ബോധ്യപ്പെടുത്തുന്ന ഒരു നില. അപ്പൊ അതിന്റെ ഭാഗമായി ജനങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന അഭിപ്രായം ജനങ്ങൾ കൂടി പറയുന്നത് കേട്ട് അവർക്ക് ഇതിൽ ഒരുപാട് നിർദ്ദേശങ്ങൾ ഉണ്ടാവും. ഈ പ്രദേശത്തുള്ളവർ അവർ ഈ ദുരന്തം കഴിഞ്ഞ് ചിലപ്പോൾ അവിടെ പോവാത്തവരാണ്. അവർക്ക് അവരുടെ അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ വളരെ വിലയേറിയതാണെന്ന് കരുതുന്നവരാണ് ഞങ്ങൾ. ആ നിലയിൽ നമ്മൾ ആ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ സ്വീകരിക്കുകയാണ്. പക്ഷേ പ്രധാനമന്ത്രി വരുന്നതിന്റെ ഭാഗമായി 24 മണിക്കൂറിന് മുമ്പ് ചില സെക്യൂരിറ്റി റീസൺ കാരണം ചില അതുകൊണ്ട് ഞായറാഴ്ച ഇത് തുടരും. ഞായറാഴ്ചയും ഈ ജനകീയ തെരച്ചിൽ തുടരാനാണ് ഇപ്പോൾ ഞങ്ങൾ നിശ്ചയിച്ചത്. തുടക്കത്തിൽ ഇന്നലെ ഉണ്ടാക്കിയ കുറച്ചുകൂടി ക്യാമ്പുകളിൽ വലിയൊരു ലിഫ്റ്റ് ഉണ്ടാക്കിയത് അത് കട്ട് സൈസ് ചെയ്യേണ്ടി വന്നു. അല്ലെ, അത് ഈ ടൈം കൂടുതൽ ആൾ വന്ന ഈ ടൈമിൽ നമുക്കത് നിർത്താൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. രണ്ടാമത്തെ വിഷയം മധു, അതിലൊരു വിഷയം നമ്മൾ കാണേണ്ടത് ഈ എത്ര മനോധൈര്യമുള്ളവരായാലും ഇവിടെ വന്നാൽ ഇപ്പൊ നമ്മൾ തന്നെ നമ്മളൊക്കെ അവിടെ എത്തിയാൽ ആ കുട്ടികളുടെ ഒച്ചയും പ്രായമായവർ ഇരിക്കുന്ന സ്ഥലമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ്. അപ്പൊ അവര് അവിടെ എത്തുമ്പോൾ ഇപ്പറയുന്ന മനോധൈര്യം എത്രത്തോളം ഉണ്ടാവും എന്നുള്ള പ്രശ്നമാണ്. അപ്പൊ അതുകൂടി ഉറപ്പുവരുത്തണം. മറ്റ് പ്രയാസങ്ങൾ അവർക്ക് ഉണ്ടാവരുത്. അതുകൂടി ഉറപ്പുവരുത്തിക്കൊണ്ട് അവരെ കൊണ്ടുവരിക, അവരുടെ അഭിപ്രായം എടുക്കുക, അവരുടെ നിർദ്ദേശങ്ങൾ ഉണ്ടാവും. അത് വളരെ വിലയേറിയതായിട്ട് ഞങ്ങൾ കാണുന്നത്. അതുകൂടി എടുക്കുക എന്നുള്ളതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ന് 6 സോണായിട്ട് തെരച്ചിൽ നടത്തുന്നു. ഇത് കൂടുതൽ ആളുകളെ വരുത്തുന്നു. അത് ഒപ്പം തന്നെ ഈ 6ാമത്തെ സോണായിട്ട് ചാലിയാറിലെ തെരച്ചിൽ തുടരും. അതെ, തീർച്ചയായിട്ടും നിലവിലുള്ള തെരച്ചിലുകൾ അതുപോലെ തന്നെ തുടരും. ചാലിയാർ 10-40 കിലോമീറ്ററിൽ 8 പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ പോലീസ് ഹെഡുകളുടെ നേതൃത്വത്തിൽ പുഴയുടെ സ്വഭാവം അറിയുന്ന നാട്ടുകാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തെരച്ചിൽ അതുപോലെ തുടരും. അത് ഫലപ്രദമായിട്ടുണ്ട്. അതൊരു ജനകീയ സംവിധാനമായി മാറിയിട്ടുണ്ട്. പുഴയുടെ സ്വഭാവം ആ നാട്ടിലെ ജനങ്ങൾക്കാണ് അറിയുക. അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പോവുക എന്നുള്ളതാണ്. അത് അതേപോലെ തുടരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഹോം സെക്രട്ടറിയുടെ ടീമായിട്ട് ഉച്ചയ്ക്ക് ചർച്ച. അതെ, ഇപ്പൊ കേന്ദ്ര സംഘം വരുന്നുണ്ട്. അവരെ ഒന്ന് കാണണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അവരെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് പോകണം എന്ന് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അവരോട് ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം കൂടി ഞങ്ങൾ അറിയിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അവരുടെ ഒരു അസസ്മെന്റ് കൂടി വളരെ ക്രൂഷ്യലാണ്.